വെനസ്വേലയിലെ പോലെ നിഷ്പ്രയാസം പോയി ഇറാനെ കീഴടക്കാം എന്നുള്ളൊരു ചിന്താഗതി അമേരിക്കൻ അധികൃതർക്ക് ഉണ്ടായിരുന്നോ എന്നൊരു സന്ദേഹം ഇപ്പോൾ തോന്നുന്നു. എന്തായാലും ഈ ഇറാൻ യുദ്ധത്തിൻ്റെ കൃത്യമായ കാരണങ്ങൾ പറയാനായിട്ട് അധികൃതർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും, എന്നവസാനിപ്പിക്കും എന്നതിനെപ്പറ്റിയും വ്യക്തമായൊരു ധാരണ പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇറാൻ ആക്രമണം നന്നായി എന്നാണ് എന്നെപ്പോലുള്ളവർ ഇപ്പം ചിന്തിക്കുന്നത്. കാരണം ഇറാൻ ഇത്രമാത്രം ശൗര്യമുള്ള ഒരു രാജ്യം, ഇത്രമാത്രം ദുഷ്ടചിന്താഗതിയുള്ള ഒരു രാജ്യം ആ മേഖലയിൽ വളർന്നു വന്നു കഴിഞ്ഞാലത്തെ ദോഷമെന്താണ്? ഭാവി എന്തായിരിക്കും? അമേരിക്കയ്ക്കും ആ മേഖലയിലുള്ള മറ്റു രാജ്യങ്ങൾക്കും, അത് ഇന്ത്യക്ക് പോലും ദോഷകരമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആയുധങ്ങൾ എത്തിക്കുക, അതുപയോഗിച്ച് മറ്റു രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ അതിന് പുറമെയാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കുക, ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശക്തി അവിടെ വളർന്നു കഴിഞ്ഞാൽ, ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അതിനെ പറിച്ചെറിയുക വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ അത് നുള്ളിക്കളയാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തണം. അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ ഒരു ദുഷ്ടശക്തി ആ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല, യാതൊരു ആവശ്യവുമില്ല. അവർ ശക്തി ഉണ്ടാവുന്ന അവരുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമല്ല. ആ രീതിയിലല്ല ഈ ഇറാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയാകാനും ദീർഘകാല ഭീഷണിയാകാനും ആ രീതിയിലുള്ള ചിന്താഗതിയും ആ രീതിയിലുള്ള ഐഡിയോളജിയുമാണ് അവർ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിനൊരു അവസാനം കണ്ടത് എന്തായാലും നന്നായി. അമേരിക്ക അതിൽ അത്രയധികം അപ്പോളജറ്റിക് ആകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഈ എന്തിനാണ് ഇപ്പോൾ ആക്രമിച്ചത്, അതും ഈ അടിയന്തരമായിട്ട് ഇപ്പോൾ ആക്രമിക്കാനുള്ള മറ്റു കാരണം എന്തായിരുന്നു? ഇങ്ങനെയുള്ള കാരണങ്ങളെപ്പറ്റി ഒന്നും വ്യക്തമായൊരു വിശദീകരണം പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഈ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തോ നൽകുന്നില്ല. ഈ വളരെ വളരെ വേഗമായിട്ടുള്ള വിശദീകരണങ്ങളാണ് അവർ നൽകുന്നത്. അവരുടെ ആണവായുധ പ്രോഗ്രാം 2 മാസം മുമ്പ് നമ്മൾ സ്റ്റെൽത്ത് വിമാനം അയച്ചത് തകർത്തു എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ വീണ്ടും അതവിടെ ഉണ്ടെന്ന് പറയുന്നു. അത് ചിലപ്പോൾ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിയിരുന്നിരിക്കാം. അതുപോലെ തന്നെ മിസൈൽ പ്രോഗ്രാം, ദീർഘദൂര മിസൈലുകൾ, അമേരിക്ക വരെ എത്താവുന്ന മിസൈലുകൾ സന്നാഹം അവർക്കുണ്ടെന്ന്. പിന്നെ ഉള്ളത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും മറ്റു രാജ്യങ്ങൾക്കും അവരൊരു ഭീഷണിയായിരുന്നു. ആ മേഖല പ്രത്യേകിച്ച് അസ്ഥിരപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തിനെതിരെ ശക്തമായൊരു നിലപാടെടുത്തതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വെനസ്വേലയിലെ പോലെ വളരെ നിഷ്പ്രയാസം ഒരു വാക്ക് ഓവർ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നോ എന്നാണ് എനിക്കിപ്പോൾ സന്ദേഹമുള്ളത്. നമ്മുടെ അധികൃതർ അത്ര ഈസി ആയിട്ടാണോ കാര്യങ്ങളെ ചിന്തിച്ചിരുന്നത്? അങ്ങനെയല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. അതിശക്തമായിട്ടാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഗൾഫിലെ മറ്റു രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അവിടെയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ നമ്മൾ കണ്ട അറാംകോയിലും അങ്ങനെയൊക്കെയുള്ള ഈ എണ്ണഖനികളിൽ അവിടെയൊക്കെ പോയി ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഈ അയൽ രാജ്യങ്ങളാണ്, അതും അതേ ആശയങ്ങൾ പേറുന്ന മുസ്ലിം രാജ്യങ്ങൾ. അവിടെയൊക്കെയാണ് ഇവർ പോയി ആക്രമിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ന്യായം പറയാനില്ല അവരുടെ ഭാഗത്ത്. പടെയുള്ളത് അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു ന്യായം. അതേസമയം തന്നെ പ്രസിഡന്റ് ട്രംപും ഇന്നിപ്പം 6 പേര് മരിച്ചിരിക്കുന്നു. 6 അമേരിക്കക്കാർ ഇതിനകം മരിച്ചിരിക്കുന്നു. അപ്പം മറ്റു രാജ്യങ്ങളിലുള്ള എത്ര പേര് മരിച്ചിരിക്കും, ഈ സിവിലിയൻസ് എത്ര പേര് മരിച്ചിരിക്കുമെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ 3 വിമാനങ്ങൾ കുവൈറ്റിൻ്റെ ഫ്രണ്ട്ലി ഫയർ, അത് കുവൈറ്റ് അറിയാതെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടു എന്നാണ്. 3 എണ്ണവും മറ്റും 3 F-15 വിമാനവും മറ്റും വെടിവെച്ചിടാൻ പറ്റുമോ? അത് ഒരു വിമാനത്തിന് 100 മില്യനും അതിൽ കൂടുതലൊക്കെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫ്രണ്ട്ലി ഫയറിൽ ഒരു വിമാനം തകരുന്നത് നമുക്ക് മനസ്സിലാക്കാം. 3 എണ്ണം തകരുന്നത് ചിന്തിക്കാനാവുന്നില്ല, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഇടപെടുന്ന ഒരു കാര്യത്തിൽ. എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇറാന് ഈ ആയത്തുള്ള ഖമേനി അങ്ങേര് മരിച്ചിട്ടും ഇവർ ആ ശബരിയം വിടുന്നില്ല. ഞങ്ങൾ അമേരിക്കയുമായിട്ടൊരു ചർച്ചയുമില്ല, ഒരു ധാരണയ്ക്കും പോകുന്നില്ല, അതിശക്തമായിട്ട് നിലകൊള്ളും, ഇതിന് പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. എത്ര കാലം പ്രതികാരം ചെയ്യാൻ കഴിയും? അപ്പം ഈ സുബോധമുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ ഒരു ഒത്തുതീർപ്പിനും ഒരു മാറ്റത്തിനുമാണ് വരേണ്ടത്. അവരുടെ ജനങ്ങളുടെ താല്പര്യമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ. അതിനു പകരം ഈ വൈരാഗ്യബുദ്ധിയോടെയുള്ളൊരു രാജ്യവും രാജ്യതന്ത്രജ്ഞതയും അത് എത്ര കണ്ട ആശാസ്യമാണെന്ന് ആ നാട്ടിലുള്ളവരെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. അതും പൊതുവിലൊരു സിവിലൈസ്ഡ് രാജ്യമാണ് ഇറാൻ. വളരെ
സാംസ്കാരികമായിട്ടൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യം. അപ്പോൾ അവിടെ ഈ മതങ്ങൾ കയറി തലപൊക്കി പിന്നെ മതങ്ങൾ കയറി പിടിമുറിക്കപ്പോൾ ആളുകൾ പിന്നോക്കം പോയി. അവരെല്ലാം ആ പിന്തിരിപ്പന്മാരും ആ പിന്നോക്ക ചിന്താഗതിക്കാരുമായി മാറി. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ആക്രമിക്കുന്നതും ഒക്കെ കേമപ്പെട്ട ഒരു കാര്യമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നെ ഇറാനെ അത്ര എളുപ്പത്തിൽ കീഴടക്കാനാവില്ല. അത് തന്നെയാണ് പ്രസിഡന്റ് പറയുന്നത്. ഇപ്പം 4 ആഴ്ച അല്ലെ 5 ആഴ്ച കൊണ്ട് ഈ വ്യോമ ആക്രമണത്തിലൂടെ തന്നെ അവരെ കീഴടക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നു വേണ്ടി വന്നാൽ ഈ പിന്നെ മറ്റ് സൈനികരെ, അതായത് ഗ്രൗണ്ട് ഫോഴ്സസിനെ നിയോഗിക്കും, അതും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറ്റമാണ്. പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ അധികാരത്തിൽ വന്നത് തന്നെ മറ്റുള്ളിടത്തും പോയി യുദ്ധമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ 2ാമത്തെ യുദ്ധമാണ് വെനസ്വേലയിൽ നിന്ന്. ഇപ്പോൾ ഇത് ഇറാനിൽ മറ്റൊന്ന്. പക്ഷേ ഇറാനിലേത് തരക്കേടില്ല, അത് ആവശ്യമാണെന്ന് തോന്നുന്നു. ആ മേഖല ഇങ്ങനെ ഇറാൻ പോലെ ഒരു നോർത്ത് കൊറിയയൊക്കെ പോലെ വേറൊരു അതീശ ശക്തി അവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ തകരാറാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. അതിന് പകരം അവിടെ മര്യാദയുള്ളൊരു രാജ്യം വരട്ടെ, ജനാധിപത്യവും ജനകീയ രീതിയും മോഡേണിറ്റിയും വരട്ടെ. അതിന് പകരം ഇങ്ങനെയുള്ളൊരു മതരാഷ്ട്രം അത് മറ്റുള്ളവർക്ക് ഭീഷണിയായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ട്രംപിൻ്റെ നിലപാട് ശരിയാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അമേരിക്ക അത്ര അപ്പോളജറ്റിക് ആകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത.